നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. കുറേ ആൾക്കാരായി എന്താ കുറി മാങ്ങയുടെ റെസിപ്പി ഒന്നും ഇടാത്തതെന്ന് ചോദിക്കണം. അപ്പോൾ എന്തായാലും ഒരു വാട്ടമാങ്ങ കൊണ്ട് ദിവസങ്ങളോളം കേടുവരാതിരിക്കുന്ന ഒരു സൂപ്പറായിട്ടുള്ള അച്ചാറാണ്. ഉണ്ടാക്കിയ ഉടനെ എടുക്കാൻ പറ്റില്ല, സാധുവൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അങ്ങനെ ഇരിക്കട്ടെ കുറച്ച് ദിവസം, അതെടുക്കുമ്പോഴേക്കും വേറെ ഒന്ന് തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് കഞ്ഞിക്കായാലും ശരി, ചോറിനായാലും ശരി, ചപ്പാത്തിക്കും കൂടി കഴിക്കാറുണ്ട് ചില ആൾക്കാർ. അപ്പോൾ നല്ലൊരു വാട്ടമാങ്ങയുടെ അച്ചാറാണ്. അത് നല്ല ഡ്രൈ ആയിട്ടുള്ളതാണ്, ഒരു പ്രത്യേക തരത്തിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കാരണം മാങ്ങ ധാരാളം വരുന്ന സമയമായി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ഇന്നത്തെ റെസിപ്പി കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാം. ഒരു 3.5 കിലോ ഇപ്പം പൊട്ടിച്ച് കൊണ്ടുവന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ് വെള്ളമൂവാണ്ടൻ്റെ മാങ്ങ. മാങ്ങയുടെ സീസണാണ്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കലടങ്ങി മാങ്ങയുടെ റെസിപ്പി എന്തായാലും ഇത് ഇടാം. കാരണം എന്താ വെച്ചാൽ കടുമാങ്ങ എന്തായാലും ഇടുന്നില്ല, കുറച്ച് വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ അത് അടുത്തുനിന്നൊക്കെ കിട്ടലടങ്ങി. അപ്പോൾ ഒരു 3.5 കിലോ വെള്ളമൂവാണ്ടൻ്റെ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രൊസീജിയറൊക്കെ ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. അപ്പം ഞാനൊരു 1-2 മാങ്ങ ഒന്ന് മുറിച്ച് നോക്കി. അതിൽ കണ്ടോ ഒരു 2 എണ്ണം ഇതേപോലെ ചെനച്ചതാ. സാരമില്ല, ഈ ചെനച്ച മാങ്ങടി 1-2 എണ്ണം പെട്ടോണ്ട് ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഞാനേ ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ടേ കഴിച്ചു കേട്ടോ. ഞാൻ അതും പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കഷ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ നുറുക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ മാങ്ങ അതേപോലെ നീളത്തിൽ വേണം, കുഞ്ഞിതാക്കിയിട്ട് അരിയണ്ട. ഇതേപോലെ നീളം കൂടിയാലും കുഴപ്പമില്ല, ഇതേപോലെ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ചില ഭാഗങ്ങളിലൊക്കെ എത്ര ഉണ്ടാവുള്ളൂ കിട്ടുള്ളൂ. പക്ഷെ എന്തായാലും ഇങ്ങനെ കുറച്ചും കൂടി നീളമായാലും കുഴപ്പമില്ല കേട്ടോ. നീളത്തിൽ ഇതേപോലെ വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. എല്ലാ കഷ്ണം അരിയണേലും ഒക്കെ ഉണ്ട് വ്യത്യാസം, ടേസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഇതേപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ നമ്മുടെ മാങ്ങയെല്ലാം 2-3 എണ്ണം ചെനച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പൊരി വെയിൽ പറയില്ല, അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1/2 ദിവസം മതി. ഇപ്പോൾ ഒന്ന് മങ്ങിയ ഒരു കാലാവസ്ഥയാണ്, ഒരു മഴയൊക്കെ കിട്ടി, എന്നാലും വെയിലുണ്ട്. അങ്ങനെയുള്ള വെയിലാച്ച ഒരു ദിവസം. ഉപ്പും മഞ്ഞപ്പൊടിയും ഒന്നും ചേർക്കണ്ട. ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നല്ല ഷീറ്റിലോ എന്തിലെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒരു ദിവസത്തെ വെയിലിൽ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ആദ്യത്തെ പ്രൊസീജിയർ അതാണ്. അപ്പോൾ നമുക്ക് വാട്ടാൻ വേണ്ടി ഇടാം. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞാൻ എന്താ ഉണക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഒരു ദിവസം ഉണങ്ങിയപ്പോഴേക്കും തന്നെ നന്നായിട്ട് ഉണങ്ങി ഒരു വിധം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് പോരെങ്കിൽ പിന്നെ ഇടാം. ഇനി നന്നായിട്ടൊന്ന് കുലുക്കി യോജിപ്പിച്ചാൽ മതി, സ്പൂൺ വെച്ചൊന്നും ഇളക്കണ്ട കേട്ടോ. ഇപ്പം ഞാൻ വൈകുന്നേരം ചെയ്യുന്നത്. ഇനി നമുക്ക് നാളെ രാവിലെ എടുത്തിട്ട് കൂട്ടാം കേട്ടോ. അപ്പോൾ ഇത്രയും പരിപാടിയായി. ഇനി ഇതിവിടെ അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇന്നലെ രാത്രി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെച്ചിരിക്കുന്ന ഉണക്കമാങ്ങയാണ്. ഒറ്റ ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ എങ്ങനെയായി. നമ്മൾ ഇടുന്ന സമയത്ത് എത്രയും ഉണ്ടായിരുന്നല്ലേ. ഇപ്പോൾ കണ്ടോ, ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റി ആയി കേട്ടോ. പക്ഷേ ഒരു കഷ്ണം മതി കേട്ടോ, തൈര് കൂട്ടിയ ചോറിൻ്റെ ഒപ്പം കഞ്ഞിയുടെ ഒപ്പം ഒക്കെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതിലേക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒരു 1.25 ടേബിൾ സ്പൂൺ ഉലുവ, അതോടൊപ്പം തന്നെ വലിയ 2 കഷ്ണം. ഞാനത് വാതിലിൻ്റെ ഇടയിൽ വെച്ചിട്ട് പണ്ട് പറഞ്ഞിരുന്നു, കായം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ളൊരു ഇതാട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക, കായ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് LG കായം വലിയ കട്ടയാവുമല്ലോ, എന്നിട്ട് അത് വാതിലിൻ്റെ ഇടയിൽ വെച്ചിട്ട് അങ്ങോട്ട് അമർത്തുക. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് കായം. നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്തോളൂ. ആദ്യം കായം ഉലുവയും കൂടി വറുത്തെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് നല്ലോണം ഒരു 1.25 ടേബിൾ സ്പൂൺ ഉലുവയുടെ അതേ അളവ് തന്നെ കടുകാണ്, പച്ചക്കടുക്. ഇത് നമുക്ക് കടുക് പൊട്ടിക്കൊന്നും വേണ്ട, ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് 3 കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ആദ്യം കടുകൊന്ന് വെറുതെ എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തു. അതിന് ശേഷം കായവും അതേപോലെ തന്നെ ഉലുവയും കണ്ടോ
കുറച്ച് എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുത്തു. ആദ്യം ഈ കായും ഒലിവും കൂടി ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് വന്നതിന് ശേഷം വേണം, മിനുമിനേന് പൊടിയണമെന്നില്ല, കടുകിടാൻ കേട്ടോ. കടുകൊന്ന് ജസ്റ്റ് ക്രഷായാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇത് പൊടിച്ച് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടോ, ഞാൻ ഉലുവയും കായും കൂടി ഒന്ന് നന്നായിട്ട് ആദ്യം പൊടിച്ചു. തരി മാതിരിയാണ് പൊടിച്ചിരിക്കുന്നത്. അതിന് ശേഷം മാത്രം കടുകിട്ട് കൊടുത്തു. കടുകിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതാ അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മതി കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, കടുക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഒരു കടുകിൻ്റെ ആ ഒരു ചൊയ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ. നല്ല കട്ടിയുള്ള പാത്രം വേണം. അതിലേക്ക് നല്ലെണ്ണ തന്നെ വേണം ഉപയോഗിക്കാൻ. നല്ലെണ്ണയ്ക്ക് കണക്ക് പറയാച്ചാൽ ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്ന കാരണം നല്ലോണം ഒരു 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതാ കാശ്മീരി ചില്ലി കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി എരിയുള്ള മുളക് പൊടി തന്നെ എടുത്തിരിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. എരി ഇല്ലെങ്കിൽ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി നമുക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യാം. എത്ര നുറുക്കി ഉണ്ടാക്കിയിരുന്ന മാങ്ങയെ നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച കാരണം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. ഉണ്ടാക്കി വിടുമ്പോൾ ടേസ്റ്റൊക്കെ നോക്കാം കേട്ടോ, അത് വേറെ കാര്യം. അത് നോക്കാതിരിക്കില്ല. എന്തൊരു മണം ഈ ഉണക്കമാങ്ങയുടെ വരണ അറിയോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. പുറത്ത് വെച്ചാലും കേടൊന്നാവില്ല, പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ സ്പൂൺ അതിലേക്ക് ഇട്ടിട്ട് വിളമ്പെടുത്തിട്ട് വീണ്ടും ആ സ്പൂൺ തന്നെ അതിലേക്ക് ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂപ്പൽ വരും. അപ്പോൾ സേഫിന് വേണ്ടിയിട്ട് ഒരാഴ്ചയൊക്കെ പുറത്ത് വയ്ക്കാം. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇത് 2 കഷ്ണം വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാം ആവി വരുന്നത്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. മുളക് പൊടി കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കറി നല്ല കേമാവും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ പൊടിച്ച് വെച്ചിരുന്ന കൂട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഇങ്ങോട്ട് മാറിക്കോളും. കട്ടകളുണ്ടെങ്കിൽ കംപ്ലീറ്റ് അങ്ങോട്ട് ഇതേപോലെ കട്ടയൊന്നുമില്ലാതെ ആക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളിവിടെ ഉണക്കി വെച്ചിരിക്കുന്ന മാങ്ങ, ഇത് നമ്മൾ ഉണക്കാൻ വയ്ക്കുന്ന സമയത്ത് കണ്ടില്ലേ വലിയൊരു ചെരുവത്തിൽ ഫുള്ളുണ്ടായിരുന്നതാണ് കണ്ടോ. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് വെച്ചതല്ലേ, കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും. ഒന്ന് നന്നായിട്ട് ഇളക്കട്ടെ കേട്ടോ. ഞാൻ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ ഇതിലേക്ക് ഉപ്പ് പോരാ, കഷ്ണത്തിൽ മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കും കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ സെറ്റായി വരട്ടെ. ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് അടച്ച് വെച്ചാൽ എത്ര കാലം വേണമെങ്കിൽ ഇരിക്കും കേട്ടോ. പുറത്തന്നെ നമുക്ക് 2, 3 ഒക്കെ ആഴ്ച വയ്ക്കാം. പക്ഷെ അത് ഒന്നിച്ച് ചിലവാവില്ലല്ലോ. അത് കാരണം ഞാൻ പറഞ്ഞ ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്ന്. മാത്രമല്ല നല്ലോണം ശ്രദ്ധിക്കണം എടുക്കുമ്പോൾ. വല്ല അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പൂപ്പൽ വരും, അതുകൊണ്ടാണ് പറയണത്. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ട് ബാക്കി അങ്ങനെ അടച്ച് വയ്ക്കുക. കുറച്ച് എണ്ണയൊക്കെ മുകളിൽ ഒഴിച്ചിട്ട്. ഇതിപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോൾ വേഗം കഴിയിട്ടോ. ഒന്ന് നന്നായിട്ടാണ് ചൂടായി വരട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ കണ്ടോ നന്നായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നല്ലെണ്ണ തന്നെ. ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു ഭരണിയിലേക്കോ ഗ്ലാസ് ജാറിലേക്കോ ആക്കി വെക്കുമ്പോൾ അടിയിലും 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക, മുകളിലും 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് അങ്ങോട്ട് വെച്ചാൽ ഒരു കേടും വരില്ല. കടുമാങ്ങയൊക്കെ ഉണ്ടല്ലോ അപ്പുറത്തിരിക്കും കേട്ടോ. കടുമാങ്ങയെ വെല്ലും കടുക് മാങ്ങ എന്ന് പറയാൻ തന്നെ. ആ കടുകിൻ്റെ ടേസ്റ്റും ഉലുവടിയും കായത്തിൻ്റെ ടേസ്റ്റും. ഞാൻ കടുമാങ്ങയിൽ ഉലുവയും കായും ഒന്നും ചേർക്കാറില്ല. ഇതിൽ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ മാങ്ങ സീസണല്ലേ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, കണ്ട് കഴിയുമ്പോൾ തന്നെ അറിയുന്നില്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താവുമെന്ന്. നമുക്ക് ഒരു കുഞ്ഞി ഭരണി ഉണ്ട്, അതിലാക്കിയിട്ട് ഞാൻ നന്നായിട്ട് എണ്ണ ഒഴിച്ച് വെക്കാൻ പോവാണ്. ബാക്കി കുറച്ച് ഞാൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാലും. അപ്പോൾ ആദ്യം നമുക്ക് ആ കുഞ്ഞി ഭരണിയിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞി ഭരണി. അതിലേക്ക് ആക്കുന്നതിന് മുന്നായിക്കൊണ്ട് കുറച്ച് നല്ലെണ്ണ. ഇത് അനവധി കാലം ഇരിക്കും കേട്ടോ. ഇതേപോലെ നിങ്ങൾ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചാൽ ഒന്നിങ്ങനെ വട്ടം കറക്കുക. എല്ലാ ഭാഗത്തേക്ക് എണ്ണയൊക്കെ ആയിക്കോട്ടെ. ചൂടാക്കിയിട്ട് ആറിയ എണ്ണ വേണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഉണക്ക മാങ്ങ, കടുക് മാങ്ങ, വാട്ട മാങ്ങ എങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ പറയാറുണ്ട്, പേരിലൊന്നല്ല കാര്യമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നാലുപുറം ആവാതെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് മുഴുവൻ ഇതിലേക്ക് ആക്കാം. ബാക്കി അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ കണ്ടോ, ഞാൻ ഈ ഭരണിയിൽ ഇങ്ങനെ നിറച്ചു ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ അടയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് നല്ലെണ്ണ. ഇതവട്ടെ ഇരിക്കട്ടെ, കുറച്ച് ദിവസം ഇരിക്കാനുള്ളതാണത് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും വിസ്തരിക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ പാടെ അങ്ങോട്ട് സെറ്റായിട്ടേ. അപ്പം ഞാൻ എന്തിനാ ഇത്രയും ആക്കി വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ ഭരണി ഒന്ന് നന്നായിട്ട് കുലുക്കി കൊടുക്കുക. അപ്പോൾ ഇതങ്ങോട്ട് താഴും നമുക്ക്. എന്നിട്ട് ഒന്നെങ്കിൽ ഒരു തുണി നല്ലെണ്ണയിൽ മുക്കിയിട്ടിടാം, നമ്മൾ കടുമാങ്ങയൊക്കെ ചെയ്യണ മാതിരി തന്നെ. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു പേപ്പർ മാതിരിയുള്ളൊരു സംഭവം അതുകൊണ്ട് ചുറ്റിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഞാനിവിടെ സാധാരണ ചെയ്യാറ് നല്ലൊരു തുണി നല്ലെണ്ണയിൽ മുക്കിയിട്ട് ഇട്ടതിന് ശേഷം ഭരണി അടച്ചിട്ട് നന്നായിട്ട് കെട്ടിവെക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കടുമാങ്ങിയ വെല്ലും കടുക് മാങ്ങ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയണില്ലേ, കുറച്ച് കിട്ടിയ തിരക്കിടില്ലാന്ന് തോന്നണില്ലേ. ഇനിയിപ്പോൾ അതെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഞാൻ കുഞ്ഞൊരു ചെറിയൊരു പാത്രത്തിലാക്കി വയ്ക്കോട്ടെ. ഒരു സ്റ്റീലിൻ്റെ കിണത്തിലേക്കുള്ളതേ ഉള്ളൂ. അടപ്പുള്ളൊരു തൂക്കുപാത്രമൊക്കെ അല്ലേ കുഞ്ഞീത്, അതിലേക്ക് ആക്കി വെച്ചാൽ മതി. നമ്മൾ സൈഡ് ഡിഷൊക്കെ കൊണ്ടുപോകണത്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഇങ്ങനെ എങ്ങനെ ഉണ്ട് നോക്കാം. ഇനി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റാണ് ചിലവായി. അത് ഞാൻ അടുത്തതിൽ കാണിക്കാം. അപ്പോൾ അതുണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതുമാവും കേട്ടോ. അപ്പോൾ ശരി, എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ധാരാളം മാങ്ങയൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിനാഗിരി ഇതൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ നമ്മുടെ കുട്ടി ഭരണി നല്ലൊരു കർച്ചീഫൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ആക്കിയിരുന്ന് കംപ്ലീറ്റ് ഇതിലേക്ക് താണ് പോയിട്ടുണ്ട്. മുകളിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഉണക്ക് വേണ്ടു ഒരു ദിവസം, നല്ല വെയിലുള്ള ദിവസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉഷാറാവുക. ഇപ്പം മാങ്ങ റെസിപ്പി ഇടാം, 2-3 ഇഷ്ടം മാതിരിയുള്ള അച്ചാറുകളുണ്ട്, എത്ര തരത്തിലുള്ള അച്ചാറുകൾ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ടാറ്റാ.